അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ഇതിൽ നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത താരം എന്ന് പറയുന്നത് കിക്കിലുക്കം കിലുകിലുക്കം. എന്താണെന്ന് മനസ്സിലായോ? ഇത് കല്ലുമ്മക്കായുടെ തോടാണ്. ചില സ്ഥലത്തെല്ലാം ഇതിനെ കടുക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ തോടുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ റൗണ്ട് ബോട്ടിലാണ്ട് ചെറിയ തോടുകളാണ് നല്ലത്. ഞാനിപ്പോൾ ഫ്ലവറാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജീൻസ് പാൻറ്റിൽ നിന്നും ഒരു റൗണ്ട് പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൗണ്ട് ബോട്ടിലാണ്ട് ഞാൻ ഇങ്ങനത്തെ കഷ്ണം എടുത്തിന്. സ്ക്വയർ ബോട്ടിലാണെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് പീസൊക്കെ എടുക്കാം. ഇപ്പോൾ കല്ലുമ്മക്കായുടെ തോട് നമുക്കിങ്ങനെ ഒരു പെയർ പോലെ ആയിട്ടാണല്ലോ കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരേ ഡയറക്ഷനിലേക്കുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുക. ഒരേ ഭാഗത്തേക്ക് പോകുന്ന രീതിയിലുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുക. ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു 5 എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരേ സൈസിലുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്ദ്യാർ വട്ടം പൂവിൻ്റെ ഒക്കെ ഇതളല്ലേ ഇങ്ങനെ ഒരേ ഭാഗത്തേക്ക് പോകുന്ന പോലത്തെ അതുപോലെയാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 5 ഇതളുള്ളൊരു പൂവാണ് ഉണ്ടാക്കുന്നത്. തിക്നെസ്സിൻ്റെ ഒന്നും കയ്യിൽ അങ്ങനെ ഗ്ലൂ ഗണ്ണൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ഫെവി ബോണ്ടെല്ലാം ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഫെവി ബോണ്ടിനെ കൊണ്ട് തന്നെയാണ് നടുക്കൊരു മഞ്ചാടിക്കൊരു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ ഒരു പശയാക്കിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവറിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനും കഴിയും. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഗ്ലൂ ഗണ്ണിനെ കൊണ്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിലൊരു വള്ളി പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പഴയ ചാർജറാണ് എടുക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾ കല്ലുമ്മക്കായുടെ തോട് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് നേരിയതാണല്ലോ അതിൻ്റെ സൈഡെല്ലാം ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇല പോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിപ്പോൾ ഇത് കമഴ്ത്തി വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് അത്ര കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല. നമ്മൾ ഗ്ലൂ ഗണ്ണെല്ലാം ഉപയോഗിച്ചാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങനെ എടുത്താൽ മതി. പിന്നെ അതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോള് അല്ലെങ്കിൽ ഫെവി ബോണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്ലൂ നമുക്ക് എടുക്കാം. ഇതുപോലെ തന്നെ പിസ്തത്തോട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാത്തവർക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തോടിൻ്റെ ഉള്ളിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് തിരികെ കൊടുക്കുക. ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ചും കൂടി നമുക്ക് ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ കളിക്കുമല്ലോ. അതുകൊണ്ട് അതൊന്ന് നല്ലോണം മറന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലൂ ഗണ്ണിനെ കൊണ്ട് വേണമെങ്കിൽ ഒട്ടിക്കുക. ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് ഫെവി ബോണ്ടിനെ കൊണ്ട് തന്നെ ഇത് ഒട്ടിക്കുക. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ഉണങ്ങാൻ വേണ്ടി. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലീഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതായത് ഗ്ലൂ ഗണ്ണിനെ കൊണ്ട് ഒട്ടിച്ചിട്ടുള്ളൊരു ഇത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ വള്ളി പോലെ ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കുപ്പിൻ്റെ വായു ഭാഗത്തു നിന്ന് നമ്മൾ ചാർജർ ഒട്ടിക്കാൻ വേണ്ടി തുടങ്ങിയത്. വായു ഭാഗത്തു നിന്ന് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഇങ്ങനെ വള്ളി പോലെ ആക്കിയിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. പിന്നെ ഇപ്പോൾ 2 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഫും എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ലീഫിൻ്റെ പെറ്റലിലേക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വൈറ്റ് കളർ എടുത്തിന്. ഇതിലേക്ക് നമ്മൾ ആ ഒരു പിങ്ക് കളറാക്കി കൊടുക്കുക. നമ്മൾ പണ്ട് ചിരട്ടയിലെല്ലാം ചെയ്തിട്ട് ആ ഒരു പിങ്ക് കളർ തന്നെയാണിത്. 2 ഏകദേശം ഒരേ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് കളർ എങ്ങനെ വേണമെന്നുള്ളതിൽ നോക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ മിക്സ് ചെയ്ത് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഈ പെറ്റല്. ഞാനിപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്നുണ്ടാന്ന് എനിക്കത് കാണുമ്പോൾ ലൈറ്റ് കളറായിട്ട് തോന്നുന്നു. നമ്മൾ മിക്സ് ചെയ്ത ഒരു കളർ തന്നെയാണ് ഇത് അടിക്കുമ്പോൾ ഉള്ളത് കേട്ടോ ഈ ഫ്ലവറിന്. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ട് തോന്നിയാണ്. അപ്പോൾ ഞാനിത് അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇതിൻ്റെ ഇലക്കെല്ലാം നമ്മൾ കറുപ്പ് കളറാണ് ആക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ റൗണ്ട് ബോട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിപ്പമുള്ള കല്ലുമ്മക്കായൻ്റെ തോടം നിങ്ങൾ എടുക്കാറ്. അപ്പോൾ ഒരു ബോറായിരിക്കും. അത് അത്ര കറക്റ്റായിട്ട് അതിൽ നിൽക്കുകയും ചെയ്യില്ല. നമ്മൾ ഈ ചാർജറിൻ്റെ മേലെ കൂടിയും നമ്മൾ ആ ഒരു വള്ളിക്ക് വെള്ള കളറൊന്നും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു അലുമിനിയം പെയിൻ്റ് ആക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. കുപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ കയ്യിൽ പഴയതുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുപ്പിൻ്റെ ഉള്ളിൽ ഇപ്പം പെയിൻ്റൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് കോട്ട് അടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം. കുപ്പിൻ്റെ ഉള്ളിൽ പെയിൻ്റ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ആദ്യം മനസ്സിൽ വിചാരിച്ചത്. എനിക്ക് ഇങ്ങനെ ചെയ്തതെന്ന് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ നമുക്കിതിന് വാർണിഷൊക്കെ അടിച്ചു കൊടുക്കുക. ഈ കല്ലുമ്മക്കായൻ്റെ തോടിലൊക്കെ വാർണിഷ് അടിച്ചു കൊടുക്കുക. പിന്നെ ഫ്ലവർ ലൈറ്റ് കളർ ആയതുകൊണ്ട് പിക്ചർ വാർണിഷ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്